ഇങ്ങനത്തെ സെറംസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോണേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വരാം, ഈ സ്കിന്നിൻ്റെ നോർമൽ ലെയേഴ്സിന്, പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിന് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ബാരിയേഴ്സിന് എന്ത് ചെയ്യും, നശിച്ചു പോകാനുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഈവൻ കുളി കഴിഞ്ഞ ശേഷം സ്കിന്നിൽ ഇച്ചിങ് വരുന്ന കണ്ടീഷൻ ഉണ്ട്. അതിൻ്റെ കുറേ ടൈപ്സ് ഉണ്ട്. നമ്മൾ വെയിൽ തട്ടുമ്പോൾ ഇച്ചിങ് വരിക. ഈ മഞ്ഞളും ചന്ദനവും ഒത്തുചേരും ആ ഇന്ന ബ്രാൻഡ്. ഇതിൽ ഈ മഞ്ഞളും ചന്ദനവും എത്ര ഉള്ളതെന്ന് ആരും കൺസേൺ ആവുന്നില്ല. ലേഡീസാണ് പറയില്ല, ഒരു 30, 35, 40 വയസ്സായ ലേഡീസ് പറയും എൻ്റെ മുഖം കരുവാളിച്ചിട്ടുണ്ട് ഡോക്ടറെ, വേറെ എവിടെയും കുഴപ്പമില്ല, അങ്ങനെ പറയും. ഹായ് ഓൾ, വെൽക്കം ടു ഹിയർ ഇറ്റ് മെഡ് ടോക്സ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. പൊതുവേ സ്ത്രീകൾ അധികം നന്നായിട്ട് ശ്രദ്ധിക്കുന്നതും പുരുഷന്മാർ ഓവർ കൺസേണും ആവാത്തൊരു വിഷയത്തെപ്പറ്റി, സ്കിൻ അല്ലെങ്കിൽ സ്കിന്നിനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളെ പറ്റി ഞങ്ങളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ തുടക്കം ഡോക്ടർ ഉവൈസ് സ്റ്റാർട്ട് ചെയ്ത് തരിക അതിനെ പറ്റിയിട്ട്. സ്കിന്നിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 ടോപ്പിക്കും ആദ്യം ഉറക്കമായിരുന്നു, പിന്നെ മുടിയെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ നമ്മൾ സ്കിന്നിനെ, ഇതൊക്കെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്കിന്നിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനായിട്ടാണ് സ്കിന്നിനെ പറയപ്പെടുന്നത്. ഏറ്റവും വലിയ ഓർഗനായിട്ട് സ്കിന്നൊരു സെൻസറി ഓർഗനാണ്. നമുക്ക് ഫീൽ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ സ്കിന്നുമായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ സ്കിന്ന് ഏകദേശം 20 to 30 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുണ്ട് എന്നാണ് സ്കിന്നിനെ കുറിച്ച് പറയുന്നത്. പരത്തി വെച്ചാൽ സ്കിന്നിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 30 സ്ക്വയർ ഫീറ്റോളം വരും എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളെ ഓവർ കൺസേണാണ് സ്കിന്നിനെ കുറിച്ച്. അതുപോലെ ആണുങ്ങൾ, പുരുഷന്മാർ തീരെ കൺസേണോ ആവാത്തൊരു കണ്ടീഷൻ. ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ചും കൂടെ കൺസേൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ രണ്ടും ഒരു മിതമായില്ല എന്നുണ്ടെങ്കിൽ സ്കിന്നിന് 2 നിലക്കും അതെന്താകുന്നുണ്ട്, കേടായിട്ട് വരുന്നുണ്ട്. സ്കിന്നിന് ഒരുപാട് സെൻസറി, ഞാൻ പറഞ്ഞു, നമുക്ക് ടച്ച് ആണെന്നുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിലിപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവാണ്. നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന സറൗണ്ടിങ്സ്, എൻവയോൺമെൻറ്റിനായിട്ട് നമ്മുടെ ശരീരത്തിനെ തടഞ്ഞു നിർത്തുന്ന ഒരു തടയണയാണ് എന്ത് ശരിക്ക് സ്കിന്ന്. ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, 7ഓളം ലെയേഴ്സ് ഉണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ ഹോമിയോസ്റ്റാറ്റിസ്, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് വഴി ഒരുപാട് സെക്രീഷൻസ് പുറത്തേക്ക് മനുഷ്യരും പുറത്തുവിടുന്നു. അപ്പോൾ ഇതിലൊക്കെ മെയിനായിട്ട് വേണ്ടത് സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ഈ പ്രൊട്ടക്റ്റീവ് ഫങ്ഷനിങ്ങിനെയും ബാധിക്കാം, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഈ ഓവർ ഹോമിയോസ്റ്റാറ്റിസിനൊക്കെ ബാധിക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളതാണ് സ്കിന്നിൻ്റെ റൂട്ടീൻ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ റൂട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. റൂട്ടീന് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ ഒരു കോക്ടെയിൽ ഓഫ് കെമിക്കൽസ്. രാവിലെ എണീറ്റ് ഉടനെയാണ് വാരിപ്പൊത്തുക, പിന്നെ അതിൻ്റെ മേലൊക്കെ മേക്കപ്പ്, ഇതൊക്കെ സ്കിന്നിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അധികം ഒരു കൺസേൺ അല്ല. വാരിപ്പൊത്തുന്ന അല്ലെങ്കിൽ എന്താണ് അതിലുള്ള കണ്ടൻറ്റ് വളരെ എല്ലാവരും ഒന്നും കൺസേൺ കൂടിയല്ല. അതിൻ്റെ റിസൾട്ട് അവർ കിട്ടുന്നുണ്ടോ അത് കിട്ടിയാൽ മതി. ഈ ബ്രിട്ടീഷ് വൈറ്റനിങ് ക്രീമൊക്കെ പോലത്തെ ഒരുപാട് ക്രീമുകളൊക്കെ തേച്ചിട്ട് കിഡ്നി വരെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഉണ്ട്. പിന്നെ ഓവർ ആഡ് കണ്ടിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഈ ഡോക്ടേഴ്സിനൊക്കെ വെച്ച്, ഡോക്ടറൊന്നും ആവില്ല, ഡോക്ടേഴ്സിനെ വെച്ച് കണ്ടൊക്കെ പറയുന്ന ഇപ്പോൾ ഇതേപോലെ തന്നെ ഈ മഞ്ഞളും ചന്ദനവും ഒത്തുചേരും ആ ഇന്ന ബ്രാൻഡ്. ഇതിൽ ഈ മഞ്ഞളും ചന്ദനവും എത്ര ഉള്ളതെന്ന് ആരും കൺസേൺ ആവുന്നില്ല. വളരെ ചെറിയ ശതമാനത്തിൽ മാത്രമേ അവർക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. സാൻഡൽവുഡൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അവൈലബിലിറ്റിയും അതിൻ്റെ കോസ്റ്റും വെച്ച് നോക്കിയിട്ട് ഇവർക്ക് ഈ സോപ്പ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിലത്രേ ഉണ്ടാവുകയുള്ളൂ, അത്രേ ക്വാണ്ടിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പക്ക ആഡൊന്ന് കണ്ട് നമുക്ക് ഈ പ്രൊഡക്ട്സിനെ വെച്ചിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ബേസിക്കലി ഇപ്പോൾ റൂട്ടീനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ ഒരു വേ ഓഫ് റൂട്ടീൻ ഉണ്ട്. അതിന് ഒരു ക്ലെൻസർ, ഒരു ടോണർ, പിന്നെ ഒരു സെറം, അതിൻ്റെ മേലെ ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇതൊരു സ്റ്റാൻഡേർഡ് എല്ലാ ഡെർമറ്റോളജിസ്റ്റുകളും പറയുന്ന ഒരു രീതിയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ഇതറിയില്ല. അപ്പോൾ നമുക്കൊരു എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു ഹെർബൽ അല്ലെങ്കിൽ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള നമുക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ക്ലെൻസർ, ഇപ്പോൾ ക്ലെൻസർ എന്നുള്ള രീതിയിൽ ഫേസ് വാഷ് എന്നാണ് എല്ലാവരും ഉപയോഗിക്കുക. ഫേസ് വാഷിന് പകരം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഹണി നല്ലൊരു ക്ലെൻസറാണ്. ഹണീൻ്റെ കൂടെ 1 ടീസ്പൂൺ
അലുവേറ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോപ്പി എഫക്റ്റും അതിന് കിട്ടും, ക്ലെൻസറായി. പിന്നെ ടോണർ, അതിൻ്റെ മേലേക്കാണ് നമ്മൾ പിന്നെ ടോണർ വില. റോസ് വാട്ടർ ആർക്കും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ കാര്യമാണ്. ഒരു 5-6 ഡ്രൈഡ് പെറ്റൽസ് ഓഫ് റോസ് ഇട്ട് കണ്ട് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ സിയോർ ബേസിക്കലി ഹോം മെയ്ഡ് ടോണർ. അത് ചില്ല് ചെയ്തിട്ട് AC അല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട്, റൂം ടെമ്പറേച്ചർ അല്ല, ഫ്രിഡ്ജിൽ വെച്ചും ചില്ല് ചെയ്ത് കണ്ട് പിന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ വരുന്നതാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ ഏറ്റവും ബെസ്റ്റായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് തേങ്ങാപ്പാലും അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എടുത്തിട്ട് അത് ബോയിൽ ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റി പകുതിയാവുക. കുറച്ച് കോസ്റ്റ് ആയിരിക്കും അല്ലേ സാധനങ്ങളൊക്കെ? ഇല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ക്ലെൻസറും ടോണറും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊന്നും ഇപ്പം നമ്മൾ ചില ആളുകളോട് പറയുമ്പോൾ ഇതൊന്നും മെയിൻലി സ്ത്രീകൾ ചെയ്ത് എന്ന് വരാം ഒരു പക്ഷേ, പുരുഷന്മാർക്ക് ഇത്ര ഇല്ല. അവർ ഇപ്പം നാളെ നമ്മളെടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യലുണ്ടോ ചോദിച്ചപ്പോൾ നമ്മളെ വാപ്പ ചെയ്തില്ല, വല്യുപ്പ ചെയ്തില്ല, ആരും ചെയ്തില്ല, അവരൊക്കെ ഇത്രയും കാലം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മോയ്സ്ചറൈസറും ടോണറും ക്ലെൻസറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള റുട്ടീനായിട്ടുള്ള ഇതെന്തുകൊണ്ടാണ് സ്കിന്നിന് ഇങ്ങനെ മോയ്സ്ചറൈസറും ക്ലെൻസറും യൂസ് ചെയ്യേണ്ടി വരുന്നത്, ഡെയിലി റുട്ടീനിലേക്ക് കൊണ്ടുവരേണ്ടത്, സ്കിൻ കെയർ എന്നുള്ളത് കൊണ്ടുവരേണ്ടതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അഥവാ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നേരത്തെ സ്കിന്ന് എന്തൊക്കെയോ മുഖത്ത് വാരി നമ്മൾ തേക്കുമ്പോൾ അത് നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു, കിഡ്നിനെ. ഇതേപോലെ സ്കിന്ന് എന്ന് പറഞ്ഞാൽ റിസംബ്ലിംഗ് ആണ്. എന്തിനെക്കുറിച്ച്? ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഡിസ്ഫങ്ഷൻസിൻ്റെ റിസംബിൾസ് ആണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ടേക്കും അതുപോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല ചില ആളുകൾ. ഡെയിലി റുട്ടീൻ കൃത്യമായിട്ട് എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കൺസേൺ ആവുന്നില്ല. ഒരു പക്ഷേ പണ്ടത്തെ ലൈഫ് സ്റ്റൈലിലുണ്ടായിരുന്ന ന്യൂട്രീഷൻസും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിൽ മെയിനായിട്ട് സ്കിൻ റൂട്ടീൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ സ്കിന്നിന് ഏജിങ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഏജിങ് ഫാക്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായി എന്നുള്ള നറിഷ്മെൻറ്റ് അതിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്ലെൻസേഴ്സും ടോണേഴ്സും ഇങ്ങനത്തെ ഒന്നും അതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മേക്കപ്പ് ചെയ്യണം. അല്ല, റൂട്ടീൻ്റെ ആവശ്യകത വരുന്നത് ഇപ്പോൾ വളരെ സ്കിൻ കെയർ ശ്രദ്ധിക്കാത്ത പുരുഷന്മാരാണെങ്കിൽ പോലും ഇവർക്കൊരു മാരേജ് ഫംഗ്ഷൻ, ഇവരുടെ ലൈഫിൽ ഒരു നല്ലൊരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 21 ഡേയ്സ് അഹെഡ് അല്ലെങ്കിൽ ഒരു 30 ഡേയ്സ് അഹെഡ് ആയിക്കാണ്ട് ഈ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫോമിൽ ഫസ്റ്റ് ഒരു ക്ലെൻസർ, പിന്നെ ഒരു അതിൻ്റെ മേലെ ഒരു ടോണർ, അതിൻ്റെ ഇടയിലൊരു സിറം വേണമെങ്കിൽ മതി. നല്ല ഭക്ഷണം കഴിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല, വൈറ്റമിൻ ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇതിങ്ങനെ കറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ട്രൂലി ഇത് മിറാക്കുലസ് ആയിട്ട് ഭയങ്കര എഫക്റ്റ് നമ്മളല്ലേ പൊതുവെ ഇപ്പോൾ നമ്മുടെ ഓപ്പണിലൊക്കെ ഒരു കേസ് ഉണ്ടാവും. അത് ലേഡീസ് ആണെങ്കിൽ ഒരു പറയാം സാവധാന ഡോക്ടറായതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ടോണറും അതേപോലെ മോയ്സ്ചറൈസറും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ജെൻസ് വരുമ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നവർക്കുമ്പോൾ അഥവാ ജെൻസാണ് പണിയെടുക്കുന്ന ആൾക്കാർ, ഈ ഔട്ട്ഡോർ വർക്ക് കൂടുതൽ എടുക്കുന്ന ആൾക്കാർ, കമ്പാരിറ്റീവ്ലി കൂടുതൽ എടുക്കുന്ന ആൾക്കാർ ജെൻസാണ്. ഈവൻ ഓനെന്താവില്ല, കെയർ ചെയ്യുന്നില്ല, ഫേസിനെ കുറിച്ചൊന്നും സ്കിന്നിനെ കുറിച്ച് കെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് ഫേസ് കഴുകുന്നില്ല, കുളിക്കുന്ന സോപ്പോ ജസ്റ്റ് കുളിക്കുന്ന സമയത്തൊന്ന് വാഷ് ചെയ്യും, ജസ്റ്റ് അതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് പേഷ്യൻ്റ് എന്താ പറയുമോ, കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് എന്താ പറയുക, നല്ലൊരു ഫേസ് വാഷ് ഇട്ട് ഫേസ് ഡയലി ക്ലീൻ ചെയ്യാം, ഒന്ന് ക്ലീൻ ചെയ്യും മിനിമം. അത് നമ്മൾ മിനിമം അഡ്വൈസ് കൊടുക്കാൻ പറ്റും, അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ടോണർ അതേപോലെ മോയ്സ്ചറൈസർ അത് ലേഡീസ് ഫോളോ ചെയ്യും, ഓരോന്നൊരു ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ജെൻസ് അങ്ങനെ അല്ല, പക്ഷേ ഇപ്പോൾ ഒന്നുകൂടിയും ആയി വരുന്നുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ബ്യൂട്ടി പറഞ്ഞല്ലോ, ഇപ്പോൾ ക്ലെൻസർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് പുരുഷന്മാർ പറഞ്ഞാൽ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് പോയിട്ട് താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ശരിയാക്കുക, മുടിയൊക്കെ ഒന്ന് വെട്ടുക, അത് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. പിന്നെ ഒരു ജോലിയിൽ ബാർബർ ഷോപ്പേറിന് എന്ത് ക്രീം ഇട്ടായിരുന്നു ജസ്റ്റ് അത് അതിൽ കൂടുതലൊന്നും അല്ലെങ്കിൽ ഒരാഴ്ചയിലേക്ക് അതാണ് ശ്രദ്ധിക്കുക. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ വൈഫ് ചെയ്യുന്നത് ചിലപ്പോൾ വൈഫ് തേച്ച് കൊടുക്കുക, അങ്ങനെ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെയും പറയാം. പക്ഷേ ഇതിൽ നമ്മൾ കൺസേൺ ആവേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും കേടാണ്, ഒറ്റയടിക്ക് പറയണം. ഇപ്പം പുരുഷന്മാരുടെ കാര്യം പറഞ്ഞു ഡോക്ടർ, തീരെ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൺ എക്സ്പോഷർ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് ബാധിക്കുക, പുറത്തുള്ള
എന്ത് വേസ്റ്റ് മെറ്റീരിയൽസ് അവരുടെ സ്കിന്നിലേക്ക് അടിഞ്ഞു കൂടിയിട്ട് അത് ഡസ്റ്റ് പോലത്തെ സാധനങ്ങൾ. നേരെ മറിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ക്ലെൻസേഴ്സും ടോണേഴ്സും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി നല്ലപോലെ കഴുകുന്നത് കൊണ്ട് ബോഡിയിൽ നോർമൽ സ്കിന്നിൻ്റെ ലെയേഴ്സ് ഉണ്ടാവും, ബ്രേക്ക് ഡൗൺ ആവും, പോഴ്സ് ക്ലോസ് ആയി പോകും. അപ്പോൾ സ്കിന്നിന് ഒരുപാട് ടൈപ്സ് ഉണ്ട്. ലൈക്ക് ഓയിലി സ്കിൻ ഉണ്ട്, അതുപോലെ ഡ്രൈ സ്കിൻ ഉണ്ട്, മിക്സ്ഡ് ഉണ്ട്, സെൻസിറ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെയിലി റുട്ടീൻ ഓവറായിട്ട് എടുക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, അപ്പോൾ അവരെ ഓയിലി സ്കിന്നാണ് അവരെ നോർമലായിട്ടുണ്ട് അവരുടെ ബോഡിയിലുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഓയിലി സ്കിൻ എന്താവും, നശിച്ചു പോകും. പിന്നെ ഫുൾ അവർ ഡ്രൈ ആയിട്ട് മാറും. അവരെന്താ ചെയ്യുക, ഓയിലി സ്കിന്നുള്ള ആളുകൾ സ്കിന്ന് അവർക്ക് എന്ത് ചെയ്യണം, ഡ്രൈ ഔട്ട് ആക്കണം, എപ്പോഴും ഓയിലി ആണെന്ന് പറഞ്ഞിട്ട്. ഓയിലി സ്കിന്നിൻ്റെ എഫക്റ്റ് എന്താണ് അല്ലെങ്കിൽ ഉപയോഗം എന്താ അറിയാനുണ്ടാവില്ല. അതാണ് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് പറയാറുണ്ട് സാധാരണ. ഓയിലി സ്കിന്നിനെ കുറിച്ച് അറിയുമ്പോൾ ഒരു ഫാക്ടർ ഉണ്ട്. എന്താ വെച്ചാൽ 20-23 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് വരെ ഓയിലി സ്കിന്നിന് നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കും. അഥവാ മുഖക്കുരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്ക് ഒലിച്ചു വരിക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഓയിലി ഫീൽ ഉണ്ടായിരുന്നു, ഡൾ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആളുകൾ എന്താ ചെയ്യുക, വേഗം അവരുടെ സ്കിൻ എന്താക്കണം, അവർക്ക് ഡ്രൈ ആക്കണം. അപ്പോൾ അതിനുള്ള എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അത് ഡ്രൈ ആക്കാനുള്ളത് നോക്കും. നേരെ മറിച്ച് ആഫ്റ്റർ 30 ഒരു 30 വയസ്സായ ആളുകൾക്ക് കൂടുതലും സ്കിൻ എന്തായി വരും, പെട്ടെന്ന് ഡ്രൈ ആയിക്കൊണ്ട് ഓട്ടോമാറ്റിക്കലി വരും, നമ്മൾ കെയർ ചെയ്യണ്ട. പക്ഷെ അവിടെ അവരെ സ്കിന്ന് ഓയിലി സ്കിന്നായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ ഏജിങ് കുറക്കാൻ പറ്റും. അപ്പോൾ ഹെൽത്തി സ്കിന്നിൻ്റെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്കിന്നിന് ഓയിലി സ്കിൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് ഓവറായിട്ട് ഉണ്ടാക്കിയാലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ സെറംസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോണേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വരാം, ഈ സ്കിന്നിൻ്റെ നോർമൽ ലെയേഴ്സിന്, പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിന് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ബാരിയേഴ്സിന് എന്ത് ചെയ്യും, നശിച്ചു പോകാനുള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒരു ബാരിയറിന് ഒരു വട്ടം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് പിന്നെ സ്കിന്നിന് എന്തെങ്കിലും അലർജൻസ് ആയി സ്കിന്ന് മാറാം, അല്ലെങ്കിൽ സ്കിന്നിന് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വരാം. അത് അലർജി പറയാറില്ല നമ്മൾ എക്സിമ, നമ്മുടെ സോറിയാസിസ്, അത് കുറേ കണ്ടീഷൻ, അത് ഡിസീസ് ബേസ്ഡ് കണ്ടീഷനാണ്. ഇപ്പോൾ ചില പേഷ്യൻ്റ് ഒരു കാര്യം ഡോക്ടറെ മിനിമം നമ്മൾ കുളിക്കുമല്ലോ, നേരത്തെ പറഞ്ഞത് കുളിക്കാൻ പാടുന്നത് നമ്മൾ സ്കിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ കുളിക്കുക, ഹൈജീനിക് ആണല്ലോ. ഈവൻ കുളി കഴിഞ്ഞ ശേഷം സ്കിന്നിൽ ഇച്ചിങ് വരുന്ന കണ്ടീഷൻ ഉണ്ട്. അതിന് കുറേ ടൈപ്സ് ഉണ്ട്. നമ്മൾ വെയിൽ തട്ടുമ്പോൾ ഇച്ചിങ് വരിക, അതിൽ ഇവൻ ഈ മുഖത്തിൻ്റെ ഈ സെൻസേഷൻ വരിക, മറ്റൊന്ന് ബേണിങ് സെൻസേഷൻ ഉണ്ടാവുക. ഇതൊക്കെ ഡിപ്പെൻസ് ആണ്. നമ്മളൊന്നിച്ച് പഠിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ഇതേപോലെ ഉണ്ടായിരുന്നു. അഥവാ എന്നിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ ബാക്കിൽ എന്ത് ചെയ്തു പേരെഴുതി വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്താവും, നല്ല തണുത്ത് പൊന്തി വരിക, അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവും. ചിലത് മാപ്പ് പോലെ വരും, അല്ലെങ്കിൽ മറ്റേ ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്യാതെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചെയറിൻ്റെ അതേ ചിത്രം അവരുടെ ശരീരത്തിൽ മൊത്തമായിട്ട്. അലർജി പറയുന്നത് പൊതുവെ ഇപ്പോൾ ഇത് മാത്രമല്ല, ഡസ്റ്റ് ഉണ്ട്, ഫുഡിനോട് അലർജി ഉണ്ടാവും, പിന്നെ സം കൈൻഡ് ഓഫ് മെഡിക്കേഷൻസ് മെഡിസിൻ കഴിക്കുമല്ലോ, ഈവൻ മോഡേൺ ഓർ യുനാനി എനിത്തിങ്, ആയുഷ് ആയുർവേദം ഏതായാലും അത് നമുക്ക് ഡിപ്പെൻസ് ആണ്. അപ്പം ചില ബോഡിക്ക് എന്തായാലും അത് റിയാക്ഷൻ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്കിൻ കെയറും എന്താവില്ല, കെയറിങ് അല്ല. നമ്മൾ ഡിസീസിൻ്റെ ഉള്ളിൽ ഡിസീസ് മനസ്സിലാക്കണമെങ്കിൽ റൂട്ടീൻ, അതായത് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം അതായത് റൂട്ടീൻ ചെയ്യാൻ. റൂട്ടീന് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏജിങ് തോന്നിക്കുക വെയിലുള്ളുമ്പോഴാണ്. ഇപ്പം നമ്മളൊരു വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തൊരു ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ടായില്ലേ, ഒരു ട്രക്ക് ഡ്രൈവറുടെ അയാളെ ഈ ഭാഗത്തു നിന്നാണ് സൺലൈറ്റ് അടിച്ചിട്ട്, അപ്പോൾ ഒരു ഭാഗം മാത്രം നല്ല ഏജിങ് ആയിട്ടുള്ള ഡാർക്കനിങ് ആയിട്ടുള്ള. അപ്പോൾ യു വി ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് സ്കിന്നിനെ ഏജിങ് ആക്കും. ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ അല്ലെങ്കിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് റേറ്റ് ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഒരു പ്രൊഡക്റ്റിനൊക്കെ ഞാൻ അഡ്വൈസ് ചെയ്യില്ല കുട ഉപയോഗിക്കാനാണ്, അംബ്രല്ല. ഇത് എന്താ വെച്ചാൽ ആൾക്കാർക്ക് ചുമന്നോട് നടക്കണം എന്നുള്ള പ്രശ്നമാണ്. ബാരിയർ, ഒരു സ്കിന്നിൻ്റെ ലെയറിൻ്റെ മുഖത്തൊരു എക്സ്ട്രാ ബാരിയർ വെച്ചിട്ട് പ്രൊട്ടക്റ്റീവായിട്ട് അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. അധികം സെലിബ്രിറ്റീസും സൺസ്ക്രീൻ ഉപയോഗിക്കുമെങ്കിലും ദേ യൂസ് ടു പ്രിഫർ അംബ്രല്ല. കുടയാണ് ഉപയോഗിക്കുക. കുട ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി വെയിൽ കൊള്ളൂല, അതേപോലെ ഏജിങ് ഫാസ്റ്റ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ശരിക്കും ഇതിനൊരു സ്കെയിലുണ്ട്, ഫാറ്റ്സ് പാട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്കെയിലുണ്ട്. 0 to 6 വരെയുള്ള വാല്യുവേഷനുള്ള 6 വരെയുള്ള വാല്യുവേഷനുള്ള ഒരു സ്കെയിൽ. ഇതിൽ ഓരോ ടൈപ്പ് സ്കിന്നിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്കിന്ന് ഏതാണോ അവരുടെ ടൈപ്പ് അതിനനുസരിച്ചാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഞാനൊരു ഇതിൽ വായിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതിലെങ്ങനെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അമേരിക്കൻ ആയിട്ടുള്ള ഒരാളും ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളും ആഫ്രിക്കൻ ആയിട്ടുള്ള ഒരാളും സ്കിന്നെടുത്ത് നോക്കിയാൽ മൂന്ന് ഡിഫറൻസ്. അപ്പോൾ ഈ അമേരിക്കൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഫാറ്റ്സ് പാട്രിക് സ്കെയിലിൽ എപ്പോഴും 1 ഏറ്റവും ലോ ആയിരിക്കും. ആഫ്രിക്കൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എന്തായിരിക്കും ലാസ്റ്റിലായിരിക്കും. ഇന്ത്യക്കാരൊക്കെ ഒരു 2, 3, 4 ഈ ഒരു റേഞ്ചിൽ പെട്ടതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അമേരിക്കൻസിൻ്റെ സ്കിന്ന് പെട്ടെന്ന് ബേൺ ആവും. അഥവാ നമ്മളൊരു ചൂടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടിയ ഏരിയയിലാണെങ്കിൽ അവർ സ്കിന്ന് പെട്ടെന്ന് എന്താവും റെഡിഷ് കളറായി മാറും. എക്സ്ട്രീം ആകുമ്പോഴും വരും. പക്ഷേ അങ്ങനത്തെ സ്കിന്നിന് പ്രത്യേകത ഉണ്ട്, ടാനിങ് കുറവായിരിക്കും. ഇന്ത്യക്കാർക്ക് ടാനിങ് പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് ടെമ്പറേച്ചർ ചാൻസ് ഉണ്ട്. ആഫ്രിക്കൻസിന് ടാനിങ്സ് അതിലും കൂടുതലാണ്. ഓൾറെഡി അവർ സ്കിന്ന് ഹാർഡായിരിക്കാം, പക്ഷേ ഡാർക്കർ ആയിരിക്കും. എങ്കിലും ടാനിങ് കൂടുതൽ, ബേൺസ് കുറവായിരിക്കും. പെട്ടെന്ന് ഇങ്ങനത്തെ റെഡിഷ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗ്രഹിച്ചു. അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സൺസ്ക്രീൻ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതുണ്ട്. അഥവാ SPF നോക്കും. ഇപ്പോൾ ഇന്ത്യൻ വാല്യുവേഷനൊക്കെ നോക്കിയാണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു SPF 50 വരെയുള്ള റേഞ്ചിലുള്ള സ്കിന്ന് ഇതാണ് ഉപയോഗിക്കേണ്ടത്. 1 to 100 വരെ അതിൻ്റെ വാല്യുവേഷൻ ഉണ്ട്. ഇതേപോലെ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ സൺസ്ക്രീൻ ആണെങ്കിൽ കൂടെ ഏത് സെവം അല്ലെങ്കിൽ സൺസ്ക്രീൻ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ എല്ലാ സൺസ്ക്രീനും എല്ലാ സ്കിന്നിനും പറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്താ പറയുക, ജസ്റ്റ് നമ്മുടെ ഇവിടെ ഈ സ്കിന്നിലോ നമ്മൾ ഈ തമ്പിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് മാച്ചിനെസ്സിനാണ് പറയാം. അതിന് നമ്മൾ ജസ്റ്റ് സൺസ്ക്രീനോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഏത് മുഖത്ത് എന്താണോ അപ്ലൈ ചെയ്യുന്നത് അത് നമ്മൾ എന്താക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ എന്താക്കുക, എന്തെങ്കിലും സെൻസേഷനോ ബേണിങ് സെൻസേഷനോ അല്ലെങ്കിൽ അലർജിക്കോ എന്തെങ്കിലും ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യുക എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇല്ലാതെ കൺഫേം ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചില ആൾക്കാർക്ക് മഞ്ഞൾ വെച്ചിട്ട് അല്ലെങ്കിൽ പത്തിരിപ്പൊടി അരിപ്പൊടി ഒക്കെ വെച്ചിട്ട് അതും അലർജിക്ക് ഉണ്ടാകും. അത് നമ്മൾ പറയുന്നയോ, നമ്മൾ കോമണായി പറയും ഇതൊക്കെ നാച്ചുറൽ അല്ലേ പറയും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നാച്ചുറലി അല്ലെങ്കിൽ ഹെർബലി മീൻസ് അലർജിൻ്റെ ഒരു റിയാക്ഷൻ ഇച്ചിങ് ഉണ്ടാക്കുന്നതല്ല. ഈവൻ മഞ്ഞൾ അരിപ്പൊടി എന്ത് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഹോം മെയ്ഡ് ആണെങ്കിൽ ഹെർബല പറഞ്ഞുകൊണ്ട് അല്ല അലർജീസ് ഉണ്ടാക്കും. അപ്പം എന്താക്കണം, അത് ബിഫോർ നമ്മൾ സ്കിന്നിന് ലെവല് ഫേസ് നമ്മൾ എന്താക്കണം, ഫേസാണ് എപ്പോഴും നമ്മൾ കൂടുതൽ കെയർ ചെയ്യാം ബാക്കിയുള്ള സ്കിന്നിനേക്കാൾ കമ്പാരിറ്റീവ്ലി. അപ്പം എന്താക്കും ഫേസിലേക്ക് എന്ത് അപ്ലൈ ചെയ്യുന്ന മുമ്പ് എന്താക്കണം നമ്മൾ അതിൻ്റെ ഒരു പാച്ച്നെസ് ഒരു അലർജിക്നെസ് അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൺഫേം ആയതിനു ശേഷം മാത്രം ഉപയോഗിക്കാം. നമ്മൾ ഇതിൽ പറഞ്ഞത് ഇപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കണ്ട എന്നുള്ള നിലക്കല്ല, അതേപോലെ ഈ ഹോം മെയ്ഡ് തന്നെ ഇപ്പോൾ അരിപ്പൊടി ആയാലും മഞ്ഞളും ഇങ്ങനത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ടൈപ്പ് ഉണ്ട്. ഓയിലി സ്കിന്ന്, ഡ്രൈ, മിക്സ്ഡ്, അങ്ങനെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കണം, അപ്പോൾ എല്ലാ സ്കിന്നിനും ഈ ഓയിൽ ഈ എന്താ മഞ്ഞളും അതേപോലെ അരിപ്പൊടിയും ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അധികം സെൻസിറ്റീവ് സ്കിന്നിനും പലതും പറ്റാത്തൊരവസ്ഥ ഉണ്ട്, ഒന്നും ചെയ്യാത്ത ഡോക്ടർ. അല്ല, നമ്മളിപ്പോൾ വിറ്റിലിക്കൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് സ്കിന്നിൽ അവിടെ അപ്ലൈ ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കും, ഒരു പേസ്റ്റ്. ഈ പേസ്റ്റ് ചില ആളുകൾക്ക് ബോയിൽസ് വരെ ഉണ്ടാക്കും, പൊള്ളി വരും. ചില ആളുകൾക്ക് ഒരു റിയാക്ഷനും ഉണ്ടാക്കില്ല കാര്യമായിട്ട്. പക്ഷെ നമ്മളിത് ചില ആളുകളോട് ഇത് തേച്ചതിന് ശേഷം വെയിൽ കൊള്ളാൻ പറയും. എന്തിന്? ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകളോട് ഇത് തേച്ചതിന് ശേഷം തീരെ വെയിലത്തേക്ക് പോകരുത് എന്ന് പറയും. കാരണം അത് നമ്മൾ സ്കിന്ന് കറക്റ്റ് നമ്മൾ അറിയണം. അപ്പോൾ അങ്ങനെ ഒരു സ്കിൻ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് തോന്നുന്നു. നമ്മൾ ഏതെങ്കിലുമൊക്കെ എടുത്ത് തേക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു അലർജൻറ്റ് ടെസ്റ്റ് നമ്മൾ കൺഫേം ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ തേക്കും. അതായത് ഇപ്പോൾ അപ്പുറത്തെ ഒരു വൈറ്റനിങ് ക്രീം ഒരാൾ യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്കിൻ ക്ലെൻസർ ഒരാൾ യൂസ് ചെയ്തു എന്ന് കണ്ടിട്ട് നമ്മളും അതന്നെ എടുത്തിട്ട് യൂസ് ചെയ്യും. അതേപോലെ ഒന്നുണ്ട്, മിഞ്ഞാന്ന് ഓപ്പണിൽ പേഷ്യൻ്റ് വന്ന് ഒരു യങ്സ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചോദിക്കാം പോലെ എല്ലാം ഡോക്ടറെ ആ ക്ലെൻസർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഫേസ് പാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ സോപ്പ് ഉപയോഗിച്ചു ഡെർമറ്റോളജിസ്റ്റ് കണ്ടിട്ട് വെച്ച് മുമ്പ് അപ്പോൾ ഇല്ല ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ടിട്ടാണ്. അത് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീല് ഡോക്ടേഴ്സാണെന്ന് ചോദിച്ചു. അതാണ് ഇപ്പം നമ്മളെ നാടുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന പല സ്കിൻ കെയർ സാധനങ്ങൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും നമ്മൾ ഡോക്ടേഴ്സിന് ആർക്കും അറിയില്ല. പക്ഷേ ഇതൊക്കെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത് ഇങ്ങനത്തെ മാർക്കറ്റിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതുപോലെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കുറച്ചുകൂടെയൊക്കെ ഒരു പോപ്പുലാരിറ്റി നിൽക്കുന്ന ഒരു ടേമായി പ്രൊഡക്ഷൻ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞിട്ട്. ഈ ഗ്ലൂട്ടാത്തിയോണിൻ്റെ
എക്സാക്ട് എഫക്റ്റ് എന്താണെന്ന് അറിയില്ല. ഇവർക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താണ് എഫക്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇത് പല ഡോക്ടേഴ്സും പറയണത് ലിവറിനെ ഇതൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലിവർ ഫങ്ഷൻ മെച്ചപ്പെടുമ്പോൾ ആളൊന്ന് ബ്രൈറ്റൻ ആയിട്ടും സർക്കുലേഷനൊക്കെ ഒന്ന് കൂടുന്നതാണെന്ന് പറയുന്നുണ്ട്. അല്ല, ഗ്ലൂട്ടാത്തയോൺ എങ്ങനെ വെച്ചാൽ ലിവറിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ലിവറിന് നമ്മളെ ശരീരത്തിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ന്യൂട്രീഷനോ കാര്യങ്ങളോ കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും സ്കിന്നിന് ഇങ്ങനെ പ്രശ്നമായി. അപ്പോൾ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ അവർക്ക് കൊടുക്കുകയാണ്, അവർ കഴിക്കുന്നു. സ്കിന്നിന് ലിവറിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു മെറ്റബോളിസം ഫാക്ടറി നമ്മൾ ശരീരത്തിൽ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുള്ളത്. അപ്പോൾ എന്താണ് ലിവർ മെറ്റബോളിസത്തിന് അവിടെ കറക്റ്റ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ആണ് കൊടുക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി സ്കിന്ന്. പക്ഷെ അതിപ്പോൾ മാർക്കറ്റിൽ അറിയപ്പെടുന്നത് ഗ്ലൂട്ടാത്തയോൺ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സാധനം. അത് IV കൊടുക്കും, ഇഞ്ചെക്ട് ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്. IV ആയിട്ട് കൊടുക്കുന്ന ഗ്ലൂട്ടാത്തയോൺ സപ്പോർട്ടീവ് വരെ ഉണ്ട്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഗ്ലൂട്ടാത്തയോൺ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതേപോലത്തെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്, അഥവാ മൾട്ടി വിറ്റാമിൻസ് ആയിട്ടുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്കിൻ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. പക്ഷേ ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് മാറിപ്പോവാണ്. അഥവാ ഇങ്ങനത്തെ മെഡിസിൻ കഴിക്കുക, അല്ലെങ്കിൽ സെലേനിയത്തിൻ്റെ എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ വിറ്റാമിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുക. അഥവാ ഇൻസ്റ്റഗ്രാമിലെ ഡോക്ടറെ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാമെന്നല്ല, അത് ചില ഡോക്ടേഴ്സിന് തന്നെ അങ്ങനത്തെ ഒരു പിഴവ് പറ്റുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് കൊടുക്കുക പേഷ്യൻസിന്, പക്ഷേ നമുക്കിപ്പോൾ ഗ്ലൂട്ടാത്തയോൺ കിട്ടുന്ന, ഗ്ലൂട്ടാത്തയോൺ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വിറ്റാമിൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫുഡ്, അതുപോലെ നമ്മളെ ദിവസം നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ, അതിൽ നിന്നാണ് മുന്നേ ഇത് സാധനം ഉണ്ടായത്. മുന്നേ ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം എന്തായി, ആളുകൾക്ക് അതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു. അവൈലബിലിറ്റി കുറഞ്ഞു പറഞ്ഞാൽ ആളുകൾ ഫുഡും കാര്യങ്ങളൊക്കെ മാറി, ഹാബിറ്റ് മാറി, ലൈഫ് സ്റ്റൈൽ മാറി, ഫുഡ് ലൈഫ് സ്റ്റൈൽ മാറി. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇതൊക്കെ പിന്നെ ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈസി കൺസെപ്ഷൻ ആയിട്ട് മാറാം. പക്ഷേ ഇത് ഇതിലേറെ എഫക്റ്റീവായിട്ട് കറക്റ്റ് ആ ഒരു ഡയറ്ററി റൂട്ടീൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഈ ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ചെറിയ കുട്ടികളുണ്ടാവും. അപ്പം ചെറിയ കുട്ടികൾക്ക് ഇവിടെ സ്കിന്നിന് നമ്മുടെ ഫേസിൽ ഇങ്ങനെ വൈറ്റ് പാച്ചസ് ഇങ്ങനെ വരുന്നുണ്ട്. അത് മെയിൻ കാരണം പറഞ്ഞാൽ മാൽന്യൂട്രീഷനാണ്. അല്ലെങ്കിൽ കൃമികടി കൊണ്ടൊക്കെ വരാറുണ്ട്. സ്ഥിരമായിട്ട് പേരൻസ് കൺസേൺ ആയിട്ട് ഒപ്പിൽ വരുന്ന ഒരു വിഷയം അതാണ്. പക്ഷേ അതിന് മെഡിസിൻ പറഞ്ഞാൽ നല്ല മാൽന്യൂട്രീഷനുള്ള ഒരു ഡയറ്റ് ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാധനമുണ്ട്. അതായത് ബെസ്റ്റ് സൊല്യൂഷൻ. വിരശല്യം അത് അതന്നെ, അത് അതിൻ്റെ അതിപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ടൈപ്പ് ചിലപ്പോൾ ഹൈപ്പായിട്ട് വരും, ഹൈപ്പറായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ കാണാൻ പറ്റും. മെയിനായിട്ട് ഈ ചില ആൾക്കാർ ലേഡീസാണ് പറയില്ല, ഒരു 30, 35, 40 വയസ്സായ ലേഡീസ് പറയും എൻ്റെ മുഖം കരുവാളിച്ചിട്ടുണ്ട് ഡോക്ടറെ, വേറെ എവിടെയും കുഴപ്പമില്ല അങ്ങനെ പറയും. അവർ കുറച്ച് ക്രീം കാര്യങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് തേച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തേച്ചിട്ടുണ്ടാവും, ഒരു മാറ്റമില്ല എന്ന് പറയും. പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് കോഴ്സ് എന്താ അവർക്കറിയില്ല. നമ്മളിപ്പോൾ എക്സ്റ്റേണലായി കാണുന്ന സാധനങ്ങൾ, സ്കിന്നിൽ കാണുന്ന സാധനങ്ങളൊക്കെ പുറത്തുള്ള ഇഞ്ചുറീസ് അല്ലെങ്കിൽ പുറത്തുള്ള കാര്യം കൊണ്ട് വരുന്ന വിചാരിച്ചിട്ടുണ്ടാവും. മെയിനായിട്ട് ഇപ്പോൾ ഈ സ്കിന്നിൻ്റെ കെയർ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ആയി കാണേണ്ട സാധനങ്ങളുണ്ട്. ഒന്ന് കറക്റ്റ് ഉറക്ക്, ഡിസ്റ്റർബ് ഇല്ലാത്ത ഉറക്ക് കാണണം, സ്ട്രെസ്സ് ഒഴിവാക്കണം, ഹാപ്പി ആയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ വെള്ളം കുടിക്കണം, ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കുക, നമ്മൾ ജൈവ ഘടികാരം പറയുമല്ലോ അത് കറക്റ്റ് ഫോക്കസ് ചെയ്യുക. ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ എന്താക്കും, ഈ ക്ലെൻസർ അല്ലെങ്കിൽ സ്കിൻ കെയർ റുട്ടീൻ എടുക്കും, ഇതൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഈ കരുവാളിപ്പ് പറയുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് സാധാരണ കാണാറുള്ളത് ഒന്നെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുടലിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. പിന്നെ വരുന്നതാണ് ഫാറ്റി ലിവർ ചില ആൾക്കാർക്ക് ആക്സിഡൻ്റലായിട്ട് ചിലപ്പോൾ കണ്ടെത്തുന്നുണ്ട്. എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഫാറ്റി ലിവർ 2 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് കേരളത്തിലുള്ള ആൾക്കാർ നോക്കുകയാണെങ്കിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1ഉം 2 ഒക്കെ നോർമലായിട്ട് എല്ലാവരുടെ ഇടയിലുണ്ടാവും, നമുക്ക് പോലും ഉണ്ടാകും, നമുക്കറിയില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടായിട്ട് ആയിരിക്കും മെയിനായിട്ടും മുഖം കരുവാളിച്ച് വരിക. പിന്നെ വരുന്നതാണ് കരിമംഗല്യം പറയുന്നുണ്ട്. അതേപോലെ സ്കിൻ സണ്ണിൻ്റെ എക്സ്പോഷർ കാരണമായിട്ട് ടൈൻ അടിച്ചിട്ട് വരുന്നുണ്ട്. കരിമംഗല്യം പറയുമ്പോൾ ഈ ഗർഭിണികളിലാണ് സാധാരണ കാണാറുള്ളത്, അല്ലെങ്കിൽ ഹോർമോണൽ പിന്നെ പിൽസ് കഴിക്കുന്നുണ്ട്, ഹോർമോൺ പിൽസ് കഴിക്കുന്ന ആൾക്കാർ അവരിലൊക്കെ കാണാറില്ല ഈ മുഖത്തിൻ്റെ ഈ ഭാഗത്ത്, പിന്നെ ഈ ചീക്സിൽ കാര്യം ഇത് പറഞ്ഞ പോലെ ഈ പിമ്പിൾസ് പറയും നമ്മൾ നോർമലി. പിന്നെ പിമ്പിൾസ് നോർമലി ആണ്. ഇപ്പോൾ ഈ ലേഡീസിനൊക്കെ പീരിയഡ്സ് ആയ സമയത്ത്, മെൻസസ് ആയ സമയത്ത് പിമ്പിൾസ് നോർമലി വരുന്നുണ്ട്. അപ്പം അതിന് ഓവർ കൺസിഡർ ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് പീരിയഡ്സ് സമയം കഴിയുന്നതോ നമ്മൾ ഫിസിയോളജിക്കൽ മാറി പോവുകയും ചെയ്യും. പക്ഷേ കൺസേൺ ആണ് വിഷയം. ഇതിൻ്റെ ഒരു ചിലപ്പോൾ അത് പൊട്ടിച്ചിട്ട്
അതിൻ്റെ ഒരു മാർക്ക് അവിടെ നിന്ന് അത് കുറേ കാലം ഇതില്ലേ അകം ഒരു വില്ലനാണ് അകം നമുക്ക് ഒരു ഹാബിറ്റായിട്ട് ഒരു ബൾജിങ് അത് എന്താ പറയുക ക്ലീനായിരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. അത് ചില ആൾക്കാർക്ക് അത് സ്കിന്നിനെ നശിപ്പിക്കുകയാണ്. അത് പിമ്പിൾസ് ടൈപ്സ് ഉണ്ട്. ചില പിമ്പിൾസിന് നമുക്ക് എന്ത് കാണും, ഐ കാണാൻ പറ്റും, അഥവാ അത് നമുക്ക് ജസ്റ്റ് സ്ക്യൂസ് ചെയ്ത് പുറത്തെടുത്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല, അത് ഹീലായി പോകും പെട്ടെന്ന്, അതിന് കാര്യമായിട്ട് മാർക്ക് ഉണ്ടാവും. ചിലപ്പോൾ ക്ലോസ്ഡ് എന്തായിരിക്കും, പിമ്പിൾസ് ആയിരിക്കും. ക്ലോസ്ഡ് പിമ്പിൾസ് നമ്മൾ പ്രസ് ചെയ്ത് പൊട്ടിക്കുമ്പോൾ അത് വൂണ്ട് രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഹീലായി വെക്കും, അതിൻ്റെ സ്കാർ ഫോർമേഷനും കാര്യങ്ങളെല്ലാം വരും. ശരിക്കും ഇപ്പോൾ ഹോർമോൺ വലിയൊരു ഫാക്ടറാണ് എന്തിന്, പിമ്പിൾസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഏകദേശം അഡോളസെൻ്റ് ഏജിലേക്ക് കടക്കുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ട് പിമ്പിൾസ് വരിക. അഥവാ അവരുടെ അടുത്ത് ഹോർമോണൽ റഷ് വരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള. അപ്പോൾ അവർക്ക് ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ മീശ വരുന്നത്, സൗണ്ടിൻ്റെ ഹോസ്നെസ് കൂടുന്നത്, അതുപോലെ പ്യൂബിക് ഹെയർസൊക്കെ ചേഞ്ചസ് വരുന്നത് എല്ലാം വരുന്നുണ്ട്. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്ന ആ ഒരു ടൈം പീരീഡ്. അപ്പോൾ ഹോർമോണൽ റഷ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓൾറെഡി ഇവർക്ക് വോയിസ് മാറുന്നതും അല്ലെങ്കിൽ മീശ വരുന്നതൊക്കെ കൺസേൺ ആയിരിക്കും. ഇപ്പോൾ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ മീശ വരുന്നത് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പ്രായമായിരിക്കും, ആ സമയത്ത് ഉണ്ടാകുന്ന അപ്പോൾ അങ്ങനെ ഇത് വരും. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ പിമ്പിൾസും കൂടെ വരുമ്പോൾ ഓവറായിട്ട് അവരെ ബ്യൂട്ടി കുറയുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഭംഗി പോകുന്നുണ്ടോ എന്നുള്ള ആ ഒരു കോൺഷ്യസിലേക്ക് വരുമ്പോൾ അത് വീണ്ടും സ്ട്രെസ്സായിട്ട് മാറാണ് വരും. ഇപ്പോൾ നമ്മളടുത്തൊക്കെ ഒരു പേഷ്യൻ്റ് വന്നിട്ട് അവരോട് നമ്മൾ ഇത് ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. അഥവാ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പിമ്പിൾസിന് ആ ഒരു ഏജിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് ലീവ് ചെയ്യുക. അത് വരും, പൊട്ടിപ്പോവും, അങ്ങനെ പോകും. നമ്മളെന്താ ചെയ്യേണ്ടത്, സ്കിന്ന് കൃത്യമായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ കൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നേരെ മറിച്ച് അതിന് മെഡിസിൻ എടുത്താൽ എന്താ ചെയ്യുക, ഇങ്ങനത്തെ ഈ ഒരു ഹോർമോണൽ ചേഞ്ചസിന് സപ്രസ് ചെയ്യുന്ന മെഡിസിൻസ് ആയിരിക്കും ചില ഡോക്ടേഴ്സ് കൊടുക്കുക. അപ്പോൾ എന്താവും, ഈ ഒരു ടൈം പീരീഡിൽ അവർക്ക് ഓക്കെ ആയിരിക്കും. കുറച്ചൊരു ടൈം ബീങ് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് എന്ത് ചെയ്യാം, ഈ ഹോർമോണൽ ചേഞ്ചസ് വരാം. അപ്പോൾ അതൊരു ലൈഫിൽ നടക്കേണ്ട ഒരു ഫിസിയോളജിക്കൽ. പക്ഷേ ഇതിൽ വേറെ ഒന്നുണ്ട്, സെനയിൽ എന്തുണ്ട്, പിമ്പിൾസ് ഉണ്ട്, ആക്നെ ഉണ്ട്, പ്രായമായ ആളുകൾക്ക് വരുന്ന ആക്നേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കണം. അപ്പോൾ ഇത് ഹോർമോണൽ ചേഞ്ചസ് മാത്രമല്ല ആക്നെ വരാനുള്ള കാരണം, സ്കിന്ന് കെയർ കറക്റ്റ് എല്ലാം. ലേഡീസൊക്കെ ഓവർ കൺസേൺ ഫേഷ്യൽ ഹെയർസ് അപ്പോൾ അതിന് പാർട്ടാണ് PCOS ഉണ്ടാകുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതായത് കൺസിഡർ ചെയ്യില്ല, ജസ്റ്റ് ഫേഷ്യൽ ഹെയർസ്. അങ്ങനെ വന്നാൽ ആളുകൾ വേഗം ഒന്നെങ്കിൽ ഒരു ലേസർ ട്രീറ്റ്മെന്റോ ഇങ്ങനത്തെ ഒക്കെ ചെയ്തിട്ട് അതായത് കേൾക്കില്ല. അതിൻ്റെ സൊല്യൂഷനായി നോക്കൂല, ഒരു ഇൻസ്റ്റന്റ് റിലീഫ്. ഞാൻ ഓട്ടോമാറ്റിക് ലേസർ തെറാപ്പി ചെയ്യാം, അല്ലെങ്കിൽ പീലിങ് ഒഴിവാക്കുക. ആ സാധനം സ്ക്രബ് ഇട്ടിട്ടാണ് ശരിക്കും അവിടെ ട്രീറ്റ് ചെയ്യേണ്ടത് PCOS ആണ്. പക്ഷെ ഇവർ പോവാ ഡെർമൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡെർമ ഡോക്ടറെ അടുത്തൊക്കെ മാത്രം ചെയ്യുമ്പോൾ തയ്യാറാവാത്ത PCOSനെ കുറിച്ച് ഒന്നാമത് ഭയമാണെന്ന് തോന്നുന്നു. അല്ല, അതിനെക്കുറിച്ച് അത്ര കൺസേൺ അല്ല. കാരണം ഇന്റേണൽ ഓർഗൻ നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു സ്കിന്ന് റിസംബിൾ ചെയ്യണം ഇന്റേണൽ ഓർഗൻ്റെ ഡിസ്ഫങ്ഷൻ. അപ്പം അത് കൃത്യമായിട്ട് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നേരെ പോവുക ഇങ്ങനത്തെ കെമിക്കൽ അല്ലെങ്കിൽ ലേസേഴ്സ് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലേക്കായിരിക്കും. അപ്പോൾ അതൊരു പക്ഷേ ആ ലേസർ ചെയ്യുമ്പോൾ കുറവുണ്ടാവും, പക്ഷെ ഉള്ളിൽ ആ ഒരു ഫാക്ടർ കോസ് അവിടെ കിടക്കുന്നത് കൊണ്ട് PCOS കറക്റ്റ് ചെയ്യാതെ ഒരിക്കലും ഡെർമറ്റൈറ്റിസിനെ പറ്റിയിട്ട് സാർ അത്യാവശ്യം നല്ലൊരു നമ്മളിപ്പോൾ ഒരു ഓപ്പിന് കുട്ടി ചെറിയ കുട്ടി വന്നിരുന്നു, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സെബോയിഡർമറ്റൈറ്റിസ് ആണ്, നമ്മൾ ഡാൻഡ്രഫൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ നല്ല ഇതുണ്ട് ബുദ്ധിമുട്ട്. സ്കാൽപ്പ് സോയൽസ് പോലെ നല്ല ലെഷൻസ് വന്നിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് എന്താണ് സ്ലീപ്പ്, ഫുഡ്, ഒരു ബാലൻസ്ഡായ കുട്ടിയുടെ സംഭവം. അപ്പം ജസ്റ്റ് ഓൺലി ഒരു മെഡിസിന് ലോക്കലി അപ്ലൈ കൊടുത്തു, ഒരു മൾട്ടിവിറ്റാമിൻ സിറപ്പ് കൊടുത്തു, ഒരു വിത്തിൻ 2 വീക്സ് എന്തായി കംപ്ലീറ്റ് ഏകദേശം ക്യൂറായി ഏകദേശം. അപ്പോൾ ഈ ഡെർമറ്റൈറ്റിസ് ആയാലും ഒന്നാമത് സ്കിന്നിൻ്റെ ഹൈജീൻ അത് നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ സ്കിന്നിന് ആവശ്യമായ സ്കിന്നിന് ഹെൽത്തിന് ആവശ്യമായ നമ്മുടെ ഫുഡ് ഐറ്റംസ്, ഫുഡ്, സ്ലീപ്പ്, അതുപോലെ വെള്ളക്കുടി. ഈ വെള്ളക്കുടി കുറയുമ്പോൾ എന്താവും, സ്കിന്നൊന്നുകൂടി നല്ല ഡ്രൈ ആവും. ഫുള്ള് ഡ്രൈ ആകുമ്പോൾ എന്താവും, അവിടെ സ്കിൻ കഴിയാൻ പിന്നെ ഇച്ചിങ് വരാൻ തുടങ്ങും. ഈ ഇച്ചിങ് വരുമ്പോൾ എന്താ പിന്നെ എന്താ ഗ്രാജുവലി ചൊവ്വഞ്ഞ് പൊട്ടി ഒരു ഇൻഫ്ലമേഷൻ വന്നിട്ട് അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ. ഈ കൂട്ടത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ കുടലിൻ്റെ സംബന്ധമായിട്ട് കുടൽ ക്ലീൻ ആക്കാനുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ആയുഷ് സിസ്റ്റം പറയുന്നുണ്ട്, ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ള നിലക്ക് മോഡേൺ സിസ്റ്റം അത് പറയുന്നുണ്ട്. ഗട്ടിൻ്റെ കഥ പറയുമ്പോൾ ഞാൻ ഗട്ടിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ളൊരു സിസ്റ്റം. ഫങ്ഷണൽ മെഡിസിന് പക്ഷേ ആയുഷ് സിസ്റ്റങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹിസ്റ്റോറിക്കലി പറയുന്ന ഒരു സാധനമാണ് ഫങ്ഷണൽ മെഡിസിൻ. കാരണം കുറേ മുന്നേ കേട്ട് അവർ പാർട്ടാണ് ഓൾറെഡി. ഇപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഡെവലപ്പായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വരുന്നുണ്ട്. അതിന് മെയിൻ ഫോർസ് നല്ലപോലെ സ്റ്റഡീസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ മെയിൻലി ഇപ്പോൾ പല ഡോക്ടേഴ്സും ഒരു ലാസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡ്യൂളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് കൺസേൺ അവർ പറയുക ഗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനടക്കം എല്ലാ ഡിസീസിനും കൊടുക്കും. അപ്പോൾ ഗട്ട് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൽ ഗട്ടിനും നമ്മളെ അതുപോലെ ബ്രെയിനും ഭയങ്കര ആക്സസ് ഉണ്ട്. അപ്പോൾ സ്ട്രെസ്സ് കാരണം നമ്മളെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതേപോലെ ചില പ്രോബ്ലംസ് കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. രണ്ട് ഇൻ്റർ കണക്റ്റഡാണ്. അതേപോലെ തന്നെ ഗട്ടും ബ്രെയിനും ഒരു കണക്ഷൻ. അതുപോലെ സ്കിന്നിൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഗട്ടും സ്കിന്നും ആക്സസ് ഉണ്ട്. അതുപോലെ ഗട്ട് ബ്രെയിന് സ്കിന്ന് ആക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ആക്സസ് പറയുന്നുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഈവൻ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഡയറ്ററി ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ഫാക്ടറായിട്ട് സ്കിന്നിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ സ്മോക്കിംഗ് നമ്മൾ വിട്ടുപോയത്. ഇപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം 20 to 30 സ്ക്വയർ ഫീറ്റോളം സ്കിന്നിന് വലിപ്പമുണ്ടെന്ന് പറഞ്ഞു. അതിലേറെ ഡബിൾ മടങ്ങോളം വലിപ്പമുള്ള ഒരു സാധനമാണ് നമ്മളെ ഗട്ട്, കുടൽ. അത് രണ്ടിനുള്ളത് എപ്പിത്തീലിയൽ സെല്ലാണ് കവറിങ് ഉള്ളത്. രണ്ട് എപ്പിത്തീലിയൽ സെല്ലിൻ്റെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇത് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് എപ്പിത്തീലിയൽ സെല്ലിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടും എക്സോജീനസ് ആയിട്ടുള്ള അഥവാ ശരീരത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ടു എക്സ്പോഷർ ടു അറ്റ്മോസ്ഫിയർ ആണ്. നേരെ മറിച്ച് ഗട്ടാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ കഴിക്കുന്ന എന്താണോ കുടിക്കുന്ന എന്താണോ അത് ഡയറക്റ്റ്ലി എക്സോജീനസ് ആയിട്ടുള്ള സാധനം ആ സാധനത്തിനുള്ളിലേക്ക് എടുക്കുന്ന സമയം. അപ്പോൾ ഇതെന്താവും രണ്ടും എക്സോജീനസ് ആയിട്ട് രണ്ടിനും എന്തുണ്ട് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ട്. മൈക്രോബയോം ഉണ്ട്, സ്കിന്നിലുണ്ട് മൈക്രോബയോം, അതുപോലെ ഗട്ടിലും ഉണ്ട് മൈക്രോബയോം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വ്യത്യാസം ഇക്വിലിബ്രിയത്തിനെ ബാധിക്കാനുള്ള എന്തെങ്കിലും കാര്യം. അതുകൊണ്ടാണ് പറയാറ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് അലർജി നമ്മൾ സ്കിന്നിനെ എഫക്ട് ചെയ്യണമല്ലോ അവസാനം. അതെ. അതേപോലെ ഇപ്പോൾ ഈ ഡെർമറ്റൈറ്റിസ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെർമറ്റൈറ്റിസിൽ നടക്കുന്നത് സ്കിന്നിൽ ഇന്ന ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഇന്നൊരു മൈക്രോബ് എന്താണ് ഓവറായിട്ട് ഉണ്ടാവുകയാണ്, ഒരു ഇറിറ്റേഷൻ വരികയാണ്. അപ്പോൾ അതാണ് അതിൽ കോസ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇത് പറയുകയാണെങ്കിൽ മറ്റേ അറ്റോപിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഒരു ഭാഗമാണ്. അവരെ സ്കിന്നിൽ അല്ലെങ്കിൽ അവരെ ഗട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നുണ്ട് ഗട്ടിൽ. അപ്പോൾ നമുക്ക് ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ എൻവയോൺമെൻറ്റ് അത് സപ്രസ് ചെയ്യണം. എങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അല്ല ഇത് മാറ്റിയിട്ടില്ല, നമ്മളിവിടെ ചെയ്യലെന്താ, ഇപ്പോൾ ഒരു സ്കിന്നിന് ഇൻഫെക്ഷൻ വന്നു, ഈവൻ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കീറ്റോകോണസോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കും. ഈ ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കണം. അത് ചിലപ്പോൾ ഇൻറ്റേർണലിയും കൊടുക്കും അല്ലെങ്കിൽ ലോക്കൽ ആപ്ലിക്കേഷനും കൊടുക്കും. രണ്ട് കൊടുത്താലും ആ ഒരു ഫംഗസ് ഓവർ ഗ്രോത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, സപ്രസ് ചെയ്യണം. ഇസ് കറക്റ്റ്. ബട്ട് ആ ഫംഗൽ ഓവർ ഗ്രോത്തിനെ നമ്മൾ സപ്രസ് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ കൂടെ പോകുന്ന ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫംഗസ് ആവശ്യമുള്ള ഫംഗസ് അപ്പോൾ അതെന്താവും വേറൊരു പ്രോബ്ലംസിന് ഇഷ്യൂ ആയി മാറും. അപ്പോൾ ശരിക്കും ഇതിന് ഒരു വില്ലനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സ് ആണ്. ഓവർ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് അഥവാ നമ്മൾ കൺസേൺ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടർ ചിലപ്പം ഒരു 5 ദിവസത്തിന് ഇങ്ങനെ ഒരു വട്ടച്ചൊറിയോ അല്ലെങ്കിൽ റിംഗ് വോംസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5 ദിവസത്തിന് എന്ത് ചെയ്യും, ഒരു ഗുളിക കൊടുക്കും അല്ലെങ്കിൽ ഒരു ഓയിൽമെൻറ്റ് കൊടുക്കും. പിന്നെ ഈ 5 ദിവസം കഴിഞ്ഞ് അപ്പോൾ ഒരു സപ്രസ്സായി ഓക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ എന്താവും, വട്ടച്ചൊറി വീണ്ടും വരും. കാരണം എന്താ, അവരുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ഒരു വട്ടച്ചൊറി വന്നാൽ അവർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സ് അടക്കം നമ്മൾ എന്തെങ്കിലും ചുടുവെള്ളത്തിൽ എടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കണം. അതൊന്നും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വീണ്ടും അതേ റുട്ടീനിലേക്ക് തന്നെ മാറി. അപ്പോൾ വീണ്ടും വൺസ് ഒരു ഇൻഫെക്ഷൻ വന്നതല്ലേ, വീണ്ടും ഈസി ആയിട്ട് ഇൻഫെക്ഷൻ വരും. അപ്പോൾ പിന്നെ ഡോക്ടറെ കാണാൻ പോകില്ല. ഓൾറെഡി ഡോക്ടർ തന്ന മെഡിസിൻ അത് തേച്ചപ്പോൾ കുറവുണ്ടായിരുന്നു, എന്നാൽ തന്നെ തേക്കാം. ഡോക്ടർ വില്ലൻ ഡോക്ടറായി. പിന്നെ അടുത്ത ഡോക്ടർ അടുത്തേക്കാണ് പോകുന്നത്. അല്ല ഇതിലെന്താ പ്രശ്നം വെച്ചാൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ അൺഹൈജീനിക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റില്ല, അവർക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല എന്നുണ്ട്. ഹോസ്റ്റലിൽ പൊതുവെ നമ്മൾ ഈ ഇൻക്വയറി ഏരിയാസിലും അതേപോലെ ഇവിടെ നമ്മുടെ ആക്സിലറി ഏരിയാസിലും സ്വെറ്റ് കൂടുതലുള്ള ഏരിയയിലാണ് ഈ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നല്ല ഇച്ചിങ്ങായിട്ട് വരിക.
അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ ആൻറ്റിഫംഗൽ ക്രീമും അതേപോലെ ഉള്ളിലേക്ക് മെഡിസിൻ കൊടുത്താലും നമുക്ക് ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഈ ഡ്രസ്സ് അതായത് മൊത്തം ഡ്രസ്സ് വിരിപ്പടക്കം കുഴിഞ്ഞെടുക്കാൻ പറയും ക്ലീൻ ചെയ്യാമെന്നാ പറയാം. ഇത് ചെയ്തില്ലെങ്കിൽ ഏത് മെഡിസിനും അത് കഴിച്ചിട്ട് കാര്യമല്ല, റിസൾട്ട് ഉണ്ടാവും. തൽക്കാലം സക്സസ് ആവും, പക്ഷെ വീണ്ടും ഇതേപോലെ ഉണ്ടാവും, വീണ്ടും വരുവാണ്. അപ്പോൾ അതേപോലെ തന്നെ നേരത്തെ അക്നെ പറഞ്ഞു, അക്നയിലുണ്ട് ക്യൂട്ടി ബാക്ടീരിയം അക്നെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്രോ ഓർഗാനിസം ഉണ്ട്. അതിൻ്റെ ഓവറായിട്ട് വരുമ്പോഴാണ് അപ്പോൾ ഹോർമോണൽ ചേഞ്ചസിന് പുറമെ ഇങ്ങനൊരു സാധനം വരും. അപ്പോൾ ഇവർ കഴിക്കുന്ന ഫുഡ് അപ്പോൾ ഇതിലൊക്കെ ഗട്ടിന് എപ്പോഴും ക്ലിയർ ചെയ്യാൻ പറയൽ നമ്മൾ പറയൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കഴിക്കുക എന്നാണ് പറയാം. അല്ലെങ്കിൽ എന്താവും ഇങ്ങനത്തെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഓവറായിട്ട് വരും. അപ്പോൾ നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അവരോട് പറയാം ലൈറ്റ് ഫുഡുകൾ കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയും. വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം എന്ന് പറയും. ഇത് പല പേഷ്യൻസും ഉണ്ടാവില്ല, കൺസേൺ ആവില്ല. ഇങ്ങനെ കൺസേൺ ആവാതെ വന്നാൽ ഇവർ കഴിക്കുന്നത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്നതിന് അവിടെ സപ്രസ് ചെയ്യും. ആൻറ്റിബയോട്ടിക്സ് അവിടെ എഫക്റ്റ് ചെയ്യും. പിന്നെന്താവും അത് നിന്നാൽ അതിലേറെ സ്പീഡിൽ ഈ സാധനം വരും, കൂടുതലായിട്ട്. അപ്പം നമ്മൾക്ക് ഇവിടെ സ്കിന്നിന് റുട്ടീനായിട്ട് വേണ്ട കുറച്ച് മിനറൽസ് ഉണ്ട്. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ പുറമെ ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയും സെറം യൂസ് ചെയ്യും, വിറ്റാമിൻ ഇൻ്റെ സെറം, വിറ്റാമിൻ സിൻ്റെ സെറം ഒക്കെ യൂസ് ചെയ്യും, നിയാസിനാമൈഡ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇതിൽ നമ്മൾ കൺസേൺ ആവേണ്ട വിറ്റാമിൻ എ, സി, ഡി, ഇ, കെ ഇതൊക്കെ എന്താണ് സ്കിന്നിന് ആവശ്യമുള്ള, സ്കിന്നിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിന് ആവശ്യമുള്ള വിറ്റാമിൻസ് ആണ്. അതേപോലെ തന്നെ സിങ്ക്, സെലേനിയം, മാഗ്നീഷ്യം ഇതേപോലത്തെ മിനറൽസ് ഇതൊക്കെ സ്കിന്നിന് ആവശ്യമുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഗമ്മീസ് ടൈപ്സ് ടാബ്ലറ്റ്സ് കിട്ടും, ടാബ്ലറ്റ്സ് രൂപത്തിൽ ചൂയിങ് ടൈപ്പ് ടാബ്ലറ്റ്, ബയോട്ടിൻ ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതൊരു സപ്ലിമെൻ്റ് ആയിട്ട് വേഗം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഹൈ റിസ്ക്കിലാണ് നമ്മൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കൊടുക്കാം. അല്ലാതെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് പ്രോബയോട്ടിക് അല്ലെങ്കിൽ പ്രീബയോട്ടിക് എടുത്തിട്ട് ഗട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ, അതിപ്പോൾ ഞാൻ അന്വേഷിച്ചെടുത്തോളം എല്ലാ സിസ്റ്റത്തിലും ഗട്ട് മെയിൻറ്റെയിനിങ് ആണ് മെയിനായിട്ടുള്ള ഒരു ഫാക്ടർ ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറ്റിൻ്റെ മെയിൻ ഉദ്ദേശം കൂടി അത് തന്നെയാണ്. അതെ അതെ അതെ. അപ്പോൾ ഇതിൽ ഗട്ടിന് എന്താ വെച്ചാൽ ഈ മൈക്രോ ബയോംസ് എത്രത്തോളം ഉണ്ടോ, ഈ മൈക്രോ ബയോംസിൻ്റെ ജിനോംസ് എന്നാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകുന്നത്. അതുപോലെ എൻസൈമാറ്റിക് റിയാക്ഷൻസിനാണ് എൻസൈംസ് ഉണ്ടാകുന്നത്. ഈവൻ കോർട്ടിസോൾ ഉണ്ടാകാനുള്ള ഫാക്ടേഴ്സ്, സ്ട്രെസ് ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള അഡ്രിനാലിന്, നോർ അഡ്രിനാലിന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫാക്ടർ മൈക്രോബയോമാണ്. റീസെൻ്റ്ലി റിസർച്ചിൽ കണ്ടെത്തിയ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതേപോലത്തെ ഒരുപാട്. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്താൽ നമ്മളെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറയും. അതുപോലെ നമ്മൾ സ്ട്രെസ് ഹോർമോൺസിൻ്റെ പ്രസൻസ് കുറയും. അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് കുറയും, ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് സെക്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിലൊക്കെ പ്രത്യേകത ഗട്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് ഹോർമോൺസ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനത്തെ ഗ്രന്ഥികൾ. അഥവാ തൈറോയിഡിൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ഗുളി കുടിക്കുന്നത്. പക്ഷേ ഏകദേശം 30ഓളം ഹോർമോൺസ് ഉണ്ടാക്കുന്ന സാധനമാണ് ഗട്ട് എന്ന് പറഞ്ഞത്. ഒരുപാട് നമ്മൾ വിശപ്പ് ഉണ്ടാകുന്നത്, വിശപ്പ് മാറി എന്നുള്ളതിന് ഇങ്ങനത്തെ ഒരുപാട്. അതുപോലെ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏതാണോ ഈ ഫുഡിന് അനുസരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞത് സ്കിന്നിന് മെയിനായിട്ടുള്ള ഒരു ഫാക്ടറും കൂടെയാണ് പ്രോട്ടീൻ അഥവാ കെരാറ്റിൻ സ്കിന്നിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയറിന് മെയിനായിട്ടുള്ളതാണ്. അതേപോലെ സ്കിന്നിന് കളർ കൊടുക്കുന്ന ഒരു സാധനമാണ് മെലാനിൻ. ഇത് രണ്ടും എന്താണ് പ്രോട്ടീൻ്റെ ബൈ പ്രൊഡക്റ്റ്. മെലാനിൻ അമിനോ ആസിഡാണ്. അപ്പോൾ ഈ സാധനങ്ങൾക്ക് നമ്മളെന്ത് ചെയ്യും, പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ പറയും. പക്ഷേ ചില ആളുകൾക്ക് ഇപ്പോൾ സോറിയാസിസ് ഉള്ള ഒരാൾക്ക് നമ്മളെന്ത് ചെയ്ത് പ്രോട്ടീനാണ് കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് പ്രോട്ടീൻ എന്താണ് കഴിക്കാൻ പാടില്ല. ഇറച്ചി മീനൊക്കെ കഴിച്ചാൽ കൂടും. അപ്പോൾ അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട പ്രോട്ടീൻസ് ഉണ്ട്, വെജിറ്റബിൾ പ്രോട്ടീൻസ് ആയിട്ടുള്ള പ്ലാന്റ് ബേസ് ആയിട്ടുള്ള പ്രോട്ടീൻസ്. അപ്പോൾ ഇതാണ് ഗട്ടിൻ്റെ മെയിനായിട്ടുള്ള കാരണം. അഥവാ ഇറച്ചി മീനും ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് പ്രോട്ടീൻ ഒഴിവാക്കിയാൽ പ്രോട്ടീൻ കുറയും അവരുടെ ശരീരത്തിൽ. അപ്പോൾ അവർക്ക് വേറൊരു പ്രോബ്ലം വരും. അപ്പോൾ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ശരിക്കും ഹോളിസ്റ്റിക്കലി ആണ്. അഥവാ മൊത്തത്തിലായിട്ട് അവർക്ക് വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോട്ടീൻ സപ്രഷന് ഇയാൾക്ക് ചെയ്താൽ ഇയാൾക്ക് വരാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കുറവായി വരും. ആ പ്രോട്ടീന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്ലാന്റ് ബേസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ വേറെ പ്രോട്ടീൻ ഇത് പ്രോട്ടീൻ്റെ എന്നല്ല. പിന്നെ അതിലേക്ക് വേണ്ടത് ഫാറ്റാണ് സ്കിന്നിൻ്റെ മെയിനായിട്ട് വേണ്ടത്. കാർബോഹൈഡ്രേറ്റ് അല്ല സ്കിന്നിന് കൂടുതലായിട്ട് വേണ്ടത്. സ്കിന്നിന് കൂടുതലായിട്ട് വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ മിനറൽസ്, വൈറ്റമിൻസ്, അതുപോലെ ഫാറ്റ്, പ്രോട്ടീന്, പിന്നെ വാട്ടറാണ്. വാട്ടർ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴും നമ്മൾ കൺസേൺ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് 25 കിലോനൊരു തൂക്കം ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം കൊടുക്കും. 1 ലിറ്റർ അത് 100 കിലോനുള്ള ഒരാളാണെങ്കിൽ 3 to 4 ലിറ്റർ കൺഫേംലി അതിൽ കഴിച്ചാൽ ആ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും. സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിരിക്കലും ഭയങ്കര കാര്യമാണ്. അതിന് മെയിൻ കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്കിന്നിന് പ്രൊട്ടക്റ്റീവ് ഉണ്ട്, സ്വെറ്റിങ്ങും
സെബേഷ്യസ് ഗ്ലാൻഡും. ഈ സെബേഷ്യസ് ഗ്ലാൻഡാണ് സ്കിന്നിൻ്റെ ഹോമിയോസ്റ്റാറ്റിസ് നിലനിർത്തുന്നത്. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സ്വെറ്റിങ്. അതുകൊണ്ടാണ് നമ്മൾ ചൂടുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ വേഗം വിയർക്കും. തണുപ്പുള്ള സ്ഥലത്ത് പോകുകയാണെങ്കിൽ നല്ല ഹൈഡ്രേറ്റഡ് ആയ ആളാണെങ്കിൽ മോയ്സ്ചറൈസർ ആവശ്യമില്ല. പിന്നെ സീസർ കൂടി നോക്കണം. ഇപ്പോൾ ഇനി സമ്മർ കൂടിയാണ് വരാൻ പോകുന്നത്, ഡ്രൈനെസ് ഒന്നുകൂടി അത് വേണം. സീസൺ വിൻ്റർ സീസണിലൊക്കെ നമ്മളൊക്കെ കയ്യിൻ്റെ അടിയിലൊക്കെ വെള്ളിച്ച് വരും, കാലിൻ്റെ അടിയിൽ വെള്ളിച്ച് ചുണ്ട് കൊടുക്കുക. അതൊക്കെ നമ്മൾ വിൻ്റർ ആകുമ്പോൾ ഓവർ വെള്ളം നമുക്ക് കുടിക്കൂല. കാരണം അറ്റ്മോസ്ഫിയർ തണുപ്പാണ്. അപ്പോൾ ബോഡി നമ്മൾ വെള്ളം യെസ്, അപ്പോൾ വെള്ളം ആവശ്യപ്പെടില്ല. പക്ഷേ ഈവൻ അപ്പോൾ വെള്ളം ആവശ്യം വരുന്ന ഡോക്ടർ പറഞ്ഞ പോലെ 25 kg ഒരാൾ മിനിമം 1 ലിറ്റർ കുടിക്കണം. അപ്പോൾ 50 kg മിനിമം 2 ലിറ്റർ വെള്ളം എന്താക്കാം ഡെയിലി കുടിച്ചിരിക്കണം. അത് ഒറ്റയടിക്ക് എഴുന്നിട്ട് പോകുന്നത് അത് കൺസെപ്റ്റില്ല. പിന്നെ അതിൻ്റെ കൺസെപ്റ്റ് മിനിമം പറയുന്നതോ ഓവർ ഹാൻഡ് അതെയോ അതിന് കണക്ക് പറയുന്നതോ നമ്മൾ സമയം വച്ച് പെർ ഹവറിൽ 1 ഗ്ലാസ് വെള്ളം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് മതി. പെർ ഹവറിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കാൻ കണക്കുണ്ടാവും. ആൾക്കാർ പിന്നെ ഒറ്റയടി കുടിക്കുക, ആ വെള്ളത്തിന് രുചി അറിഞ്ഞിട്ട് കുടിക്കുക എന്നുള്ളൂടെയാണ് ഒരു ഉദ്ദേശം. അല്ല, ഇതിലിപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് സ്കിന്നിൻ്റെ അലർജി, സ്കിന്നിൻ്റെ ഈ ഇൻഫെക്ഷൻസ് വരുന്നത്, അതുപോലെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷന് ഹൈപ്പോ ആവാം, ഹൈപ്പർ ആവാം. രണ്ടും നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നത്. സ്കിന്നിൻ്റെ റൂട്ടീന് പറഞ്ഞു, സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് മെയിൻലി ഗട്ടിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതും പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ബ്ലൂ സ്ക്രീൻ. അൾട്രാവയലറ്റ് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നോ അതിന് നിയർ ബൈ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ബ്ലൂ സ്ക്രീൻ. ഫോൺ ഉപയോഗം, സ്ക്രീനിങ് അഥവാ ഡയറക്റ്റ് ആയിട്ടുള്ള ഈ സ്ക്രീനിങ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ്. സീരിയസ്ലി ഓപ്പൺ അത് പുതിയ സ്റ്റഡീസാണ്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ കൺസേൺ ആവേണ്ടത് നമ്മൾ ഹൈഡ്രേറ്റഡും നമ്മൾ ന്യൂട്രീഷ്യസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ട വിറ്റാമിൻസ്, മിനറൽസ്, അതുപോലെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ, അതുപോലെ കറക്റ്റായിട്ടുള്ള എക്സസൈസ് ചെയ്താൽ വിയർപ്പ് കുറച്ചും കൂടെ കൂടുതലാവും. അത് സ്കിന്നിലേക്ക് സ്കിന്നിൻ്റെ ഇമ്പ്യൂരിറ്റീസ് കുറച്ചും കൂടെ ഫ്രീ ആവും. അതുപോലെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീനിൻ്റെ ആവശ്യം നമുക്ക് അത്രത്തോളം. ഇത് പറയുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ പറയുമ്പോൾ ഡൗട്ട് എന്നറിയോ, നമ്മൾ സ്കിന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി മാത്രമാണ്. അപ്പം ബേസിക്കുണ്ട് നമ്മുടെ മെഡിസിൻ ഒന്നും വേണ്ട, ഒരു ഓയിൻമെൻറ്റ് മതി, അതിൻ്റെ ഓയിൽ മതി, അതാണ് പറയാം. പക്ഷേ അതിൻ്റെ കൺസേൺ ആണ് നമ്മൾ റൂമിൽ മെയിൻ്റെയിൻ അടിക്കൂലേ ജസ്റ്റ്. അപ്പോൾ സിമെൻറ്റും പൊട്ടിയിലാണ് നമ്മൾ മെയിൻ്റെയിൻ അടിക്കാൻ പോകുന്നത്. ആ മെയിൻ്റ് പിന്നെ പൊളിഞ്ഞു വരും. അതേപോലെ തന്നെയാണ്. അപ്പോൾ എക്സ്റ്റേണൽ റിസൾട്ട് ഉണ്ടാവും, എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ അതിന് സപ്പോർട്ട് വേണ്ടി എന്താക്കാം ഇന്ത്യയിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിനാൽ ഇതിന് കംപ്ലീറ്റ് ക്യൂർ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പർപ്പസാണ് മെഡിസിൻ കൊടുക്കുക. പക്ഷേ ഈ പേഷ്യൻസിന് മെഡിസിൻ ഒന്നും വേണ്ട, സ്കിൻ അസുഖമല്ലേ അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് അല്ലേ, ഓയിൻമെൻറ്റ് മതി, അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും മതി പറഞ്ഞാൽ വരിക. ഇതാണ് സാധനം. ഒരു പ്രൊഫഷണൽസിൻ്റെ ഒരു ഒപ്പീനിയൻ ഡയഗ്നോസ് ചെയ്ത് സെൽഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തിയിട്ട് എന്താണ് കാരണം ട്രീറ്റ് ചെയ്യുമ്പോൾ പറയുമ്പോഴാണ് ഈ ബാർബർ ഷോപ്പുകാർ സജസ്റ്റ് ചെയ്യുന്നതൊന്നും കൊച്ചന്മാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. അവർ നല്ല പുതിയൊരു ക്രീം വന്നിട്ടുണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ദേ ആർ നോട്ട് ദി എക്സ്പേർട്ട്. അവർ എക്സ്പേർട്ട് അല്ല. അപ്പോൾ എക്സ്പേർട്ട് ആദ്യം പറഞ്ഞല്ലോ കിഡ്നിയിലെ വരെ ബാധിക്കാം. റീസെൻ്റ്ലി ഉള്ള സ്റ്റഡീസാണ്. വൈറ്റനിങ് ക്രീം നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇതിനുവേണ്ടി ഒരു ലാബിൽ ചെക്ക് ചെയ്യുന്നല്ലോ എല്ലാ ക്രീമും. ഇതൊക്കെ ഒരു എന്താ പറയുക കോസ്മെറ്റിക് മോഡ്സാണ് ഇങ്ങനെ ഓരോ അടിച്ചാക്കിയല്ലേ ചെയ്യാം. അപ്പം അതിന് ലൈസൻസ് ഇല്ലല്ലോ. കൃത്യമായിട്ടുള്ള ലേബലിങ്ങും അതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയൊക്കെ ചെയ്തിട്ടാണ് ഒരു മെഡിസിൻ ഇറങ്ങുക. വൻ ബ്രാൻഡുകൾ പോലെ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. മാമായർത്ത് പോലത്തെ കമ്പനികൾ ഇവരെല്ലാം ഉണ്ടാക്കുന്നത് അവർ ഔട്ട്സോഴ്സ് ചെയ്യാണ്. മാനുഫാക്ചേർഡ് ബൈ അതിൻ്റെ പ്രൊഡക്റ്റും എടുത്ത് നോക്കിയാൽ അത് വേറെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ വി കുഡ് നോട്ട് ട്രസ്റ്റ്, ആരും ഇതിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ പാച്ച് ടെസ്റ്റ് പോലെ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ വേണ്ടത് അത് നോക്കിയിട്ട് അത് ചെയ്തിട്ട് ഇല്ല അതിൽ കൂടെ ഒന്നും കൂടെ കുറച്ചും കൂടെ സേഫ് എന്ന് തോന്നുന്നത് അങ്ങനത്തേലേക്ക് പോകുന്നതിനെക്കാട്ടി നല്ലത് നമ്മളെ ഗട്ട് കറക്റ്റ് ചെയ്യുക, ന്യൂട്രീഷ്യസ് ആയി മാറുക, നമ്മൾ ഹൈഡ്രേറ്റഡ് ആവുക, എക്സസൈസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഹോം മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അഥവാ റിലീഫ് ഒരു ഡോക്ടറെ കാണും, ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട്
മെഡിസിൻ എടുക്കുക. അതെ, ഡയറ്റ് കറക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ് omega-3 ഫാറ്റി ആസിഡ്, സ്കിന്നിന് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ഒക്കെ. അത് നമ്മൾ വിട്ടുപോയതാണ്. ഞാൻ അതിൻ്റെ കൂടെ omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ മീൻ ഗുളിക എല്ലാവരും വാങ്ങി കഴിക്കും. സ്കിന്നിന് കറക്റ്റ് ആൻറ്റി ഏജിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഹെയർ ഫോളിൻ്റെ പക്ഷേ ഈ ഏജിങ് കറക്റ്റായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് ഓവറായിട്ട് ഉണ്ടാകുമ്പോഴാണ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊരു മെറ്റബോളിസം നടന്നു, ഗട്ടിലൊരു മെറ്റബോളിസം നടന്നു. ഈ മെറ്റബോളിസം ഇപ്പോൾ നമ്മളൊരു തീയിട്ടു, ഒരു അടുപ്പ് കത്തിച്ചാണ്ട് തീയിട്ടാൽ പുക എവിടെ പോയി എന്ന് വെച്ചാൽ എന്താവുക, പുക അങ്ങ് അറ്റ്മോസ്ഫിയറിലേക്ക് പോയി. ഈ പുക പോലത്തെ ഒരു ഫീലാണ് എന്ത് ഫ്രീ റാഡിക്കൽസ്. ഈ ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഇത്. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് omega-3 ഫാറ്റി ആസിഡ്സ് കുറേ ആയിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, സ്കിന്നിൻ്റെ ആൻറ്റി ഏജിങ്ങിനാണ്. പക്ഷേ ഈ ഫ്രീ റാഡിക്കൽസ് ആണ് സ്കിന്നിന് എന്തുണ്ടാക്കുന്നത്, ഏജിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രീ റാഡിക്കൽസിനെ കറക്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മോഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് മോശം പരമാവധി ശരീരത്തിൽ ഒഴിവാക്കാൻ വേണ്ടി മോശം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് ഗട്ടിലേക്കാണെന്നുണ്ട് ഏറ്റവും കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള പിന്നെ നാരടങ്ങിയ വെജീസിലും ഈ ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബർ കണ്ടന്റ്. അല്ല, omega-3 ടാബ്ലറ്റ് തന്നെ വാങ്ങി കഴിക്കണമെന്നില്ല. ചിയാ സീഡ് അതിനൊരു വലിയൊരു ഓപ്ഷനാണ്. നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നതോ ഇത് വെജിറ്റബിൾസ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം ഒക്കെ പറയും. നമ്മൾ പേഷ്യൻറ്റിനോട് അല്ല ഡോക്ടർ ഇതൊക്കെ എവിടുന്നോ വരുന്നതല്ലേ, ഹൈജീനിക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ അവൈലബിൾ ആയ സാധനം നമ്മളൊക്കെ കൊടുക്കുന്ന മെഡിസിൻസ് പറഞ്ഞാൽ കറക്റ്റ് എന്താണ് നമുക്ക് വിശ്വസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡോക്ടർ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റിൻ്റെ ഉറപ്പോടെ ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഫിഷ് ഓയിലൊന്നും നമുക്ക് പറ്റില്ല, അതിനൊന്നും വാങ്ങാൻ കഴിയില്ലെങ്കിൽ ദിവസം മീൻ വാങ്ങി കഴിച്ചാൽ മതി, ചെറുമീൻ കഴിച്ചാൽ മതി, അതിന് കിട്ടും. അതൊന്നും ഇല്ല. ഇത് നമ്മൾ ഒക്കെ ജങ്ക് സാധനങ്ങൾ കഴിച്ച് കയറ്റിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ ടാബ്ലറ്റ്. ഈ ഫുഡ് ഹാബിറ്റിൽ വ്യത്യാസം വരുത്തിയിട്ട് ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ പ്രൊഫഷണലിനെ ഉപദേശം തേടുന്നുണ്ടാവും. എന്നിട്ട് ആ ഡോക്ടറെ കാണിച്ചിട്ടൊരു മാറ്റമല്ല, ഡോക്ടർ നല്ല കറക്റ്റായിട്ട് മെഡിസിൻ കൊടുത്തിട്ടുണ്ടാവും, ഡയറ്റ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും, ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ഉണ്ട്. ലോങ് ടൈം ആണല്ലോ ഉണ്ടാവുക. സ്കിന്നുമായി റിലേറ്റഡ് ആണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് മാറുന്നതല്ല. ചിലപ്പോൾ 3 മാസം പിടിക്കും, 1 വർഷം പിടിക്കും, 6 മാസം പിടിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഹാബിറ്റിൽ വ്യത്യാസം വരുത്തിയിട്ട് ഡോക്ടറിനെ ബ്ലെയിം ചെയ്തിട്ട് അടുത്ത ഡോക്ടറെ കാണിക്കുക അങ്ങനെ ചാടി പോകുന്ന ഒരു പ്രവണത ഉണ്ട് ഇപ്പോൾ. അത് ശരിക്കും എഫക്റ്റീവ് അല്ല. അതേപോലെ ഇതിലിപ്പോൾ സ്കിന്നിൻ്റെ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കും ഇതും കറക്റ്റ് എന്താണ് കോറിലേറ്റഡ് ആണ്. കാരണം തലയെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ സ്കിന്നിലുണ്ടാകുന്ന ഒരു മറ്റേ മരം പോലെ ഒരു സാധനം എന്നുള്ള ആൾക്കാണ് ഹെയറുള്ളൂ. പക്ഷേ അവിടെ വരുന്ന ഹെയറിലാണെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, അലോപേഷ്യ അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡെർമറ്റൈറ്റിസ് ആണ് ഒരു ടൈപ്പ്. അതായത് ഈസിലി വിളിക്കാൻ പറ്റുന്ന വിളിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു മെഡിക്കേഷൻസിലേക്ക് മാത്രം പോകുന്നതിന് മുമ്പ് നമ്മളെ ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ, എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിറ്റാമിൻസ്, ഇപ്പോൾ ഈ ഫങ്ഷണൽ മെഡിസിൻ എന്നൊക്കെ പറയുന്നതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്റ്റൂൾ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര ഹൈലി കോസ്റ്റാണ്. പക്ഷേ അത് ഓൾറെഡി നമുക്ക് കുറച്ചറിയാം, ഇന്ന ന്യൂട്രിയൻസ് ഉള്ള കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അതിന് വേണ്ട റുട്ടീൻ ഫുഡ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇല്ലാതെ നമ്മൾ വലിയൊരു ടെസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് അതിനൊരു ടാബ്ലറ്റ് ഫോമാണ് വീണ്ടും കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഒരു ഓയിൽ, ഫിഷ് ഓയിൽ കഴിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തോയും കഴിക്കുന്നതിൻ്റെ അതിനേക്കാൾ എഫക്റ്റ് നമുക്ക് ശരിക്കും ഫുഡിൽ നിന്ന് കിട്ടും. അത് കുറഞ്ഞു പോവുക ചെയ്യാം. അപ്പോൾ അതിന് കൺസേൺ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് കാണുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ്, സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ഇനി അതല്ല ഈ പറഞ്ഞ പോലെ പിമ്പിൾസ് അങ്ങനത്തെ ഓവർ കൺസേൺ ആവാത്ത വിഷയങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഗട്ട് മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുക, അത്യാവശ്യം വേണ്ട രീതിയിൽ എല്ലാ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി പുൾ ഇറ്റ് ഓഫ്. അത് സുഖമായിട്ട് മാറ്റിയെടുക്കാവുന്നു. ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് തീർക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ വേഗം പോയിട്ട് ഇങ്ങനെ ഒരു റുട്ടീനിലേക്ക് മാറ്റണ്ട. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളെ സ്കിന്നിന് എന്താക്കുക, പരമാവധി നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹയർ കൺസേൺസ് എടുക്കുക. അല്ലാതെ സെൽഫായിട്ടുള്ള ഡയഗ്നോസിസിലേക്ക് ഒരിക്കലും പോരുത് എന്നുള്ളത്.